അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രിയമുള്ള ശ്രോതാക്കളെ, ഹജ്ജ്, ഉംറ എന്നീ അതീവ പ്രാധാന്യമുള്ള ഇബാദത്തുകളുടെ ചില മഹത്വങ്ങൾ, നേട്ടങ്ങൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഒട്ടനവധി ശ്രേഷ്ഠതകൾ ഈ ആരാധനാ കർമ്മങ്ങൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവ ചെയ്യുവാനുള്ള ഒരു താൽപ്പര്യവും ഇഖ്ലാസും വർദ്ധിക്കും. അതുകൊണ്ട് ആരാധനയുടെ മഹത്വം ബാക്കിയുള്ളതുകൂടി നമ്മൾ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്ത് കൊണ്ട് മുഖരിതമാകുമ്പോൾ അവൻ മാത്രമല്ല ആ തെൽബിയത്തിൽ അണിചേരുന്നത്, മറിച്ച് അവൻ്റെ ചുറ്റുഭാഗത്തുള്ള ജന്തുജാലങ്ങൾ പോലും അവനുമായി താദാത്മ്യം പ്രാപിക്കുന്നു, അവൻ്റെ കൂടെ തെൽബിയത്ത് ചൊല്ലുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷേ അവയുടെ തെൽബിയത്ത് നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന അൽബാനി റഹിമഹുല്ലാ സ്വഹീഹ് എന്ന ദറജയിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി, ഒരു മുസ്ലിം ഇഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലിയാൽ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന തൽബിയത്ത് അവൻ ചൊല്ലുമ്പോൾ, ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി വശിമാലിഹി മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദരിൻ ഹത്താ തൻകതിയൽ അർളു മിൻ ഹാഹുനാ വഹാഹുനാ, അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള കല്ലുകളും മരങ്ങളും മണ്ണും കണ്ണെത്താ ദൂരത്തോളം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, തൗഹീദിനെ പ്രഖ്യാപിക്കുന്ന തെൽബിയത്ത് ചൊല്ലുവാൻ ഹാജിയുടെ കൂടെ, ഉംറ ഉദ്ദേശിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുടെ കൂടെ ഇവയെല്ലാം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമെന്നാണ്. മാത്രമല്ല, ഹജ്ജുദ്ദേശിച്ച് ഒരാൾ പുറപ്പെട്ടാൽ അവൻ്റെ ഓരോ കാൽവപ്പിനും പ്രതിഫലമാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുകയായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞതായി അറിയിച്ചു തരുന്നു, ഫഇന്ന ലക മിനൽ അജ്രി ഇദാ അമംത അൽ ബൈത്തുൽ അതീഖ്, ബൈത്തുൽ അതീഖ് കഅബാലയം ഉദ്ദേശിച്ച് ഹാജിയോ ഉംറ ഉദ്ദേശിച്ചോ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാ തർഫഅ ഖദമൻ ഔ തളഅഹ അൻത വദാബതുക, നീയോ നിന്റെ മൃഗം, ഒട്ടകപ്പുറത്തായിരുന്നുവല്ലോ പഴയകാലത്ത് യാത്ര, ഇന്ന് വാഹനങ്ങളിലാണ്. അപ്പോൾ ഓരോ കാൽവപ്പിനും നിന്റെ കാൽവപ്പാകാം, നിന്റെ വാഹനത്തിൻ്റെ കാൽവപ്പാകാം, അതിനൊക്കെ തന്നെയും ഇല്ല കൂത്തിബത്ത് ലക ഹസന, ഒരു ഹസനത്ത് നിനക്ക് രേഖപ്പെടുത്തപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹസനത്ത് എന്നതിനെ പരിചയപ്പെടുത്തിയത് വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, 10 പ്രതിഫലം എന്നുള്ള നിലക്ക്. ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൽ ഒരക്ഷരം പാരായണം ചെയ്താൽ ഒരു ഹസനത്ത് ആണ് എന്നും, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നും
ഹാജിയാർ ആയി ഹജ്ജ് ഉദ്ദേശിച്ച് പുറപ്പെട്ട ആ സമയം മുതൽ അയാളുടെ ഓരോ കാൽവപ്പിനും അയാളുടെ വാഹനത്തിൻ്റെ ഓരോ കാൽവപ്പിനും ഓരോ ഹസനത്ത് രേഖപ്പെടുത്തപ്പെടുന്നു. വറുഫിഅത് ലക ദറജ, അയാളുടെ പദവികൾ, സ്വർഗത്തിലേക്കുള്ള പദവികൾ ഓരോന്നോരോന്നായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. മറ്റൊരു ഹദീസിലുള്ളത് വമ മഹ അൻക ഖതിഅ, നിന്റെ ഓരോ പാപങ്ങളും അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന. കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നു. ഇനി മീഖാത്തിലെത്തി ഇഹ്റാമിൽ പ്രവേശിച്ച് കഅബാലയത്തിങ്കിലെത്തി, പിന്നീട് ഏതായിരുന്നാലും കാൽവെപ്പുകൾ തന്നെയാണുള്ളത്. അവിടെ നിന്ന് ഹാജിയാർ മണിക്കൂറുകളോളം തവാഫിന് വേണ്ടി എടുക്കുന്നു, സഈന് വേണ്ടി എടുക്കുന്നു. പിന്നീട് പലരും മിനായിലേക്ക് നടന്നു പോകുന്നു. മുസ്ദലിഫയും അറഫയുമൊക്കെ ഇങ്ങനെ അല്പം പ്രയാസത്തോടുകൂടി തന്നെ അയാൾ നടന്നു പോകുമ്പോൾ, അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഇഹ്റാമിലായിരിക്കെ അവൻ്റെ ഓരോ കാൽവപ്പിനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, സ്വർഗത്തിലേക്കുള്ള പദവികൾ ഉയർത്തപ്പെടുന്നു, അവൻ ഒരു ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്നു എന്നാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ എത്ര പണമുണ്ടായിട്ടെന്താ? ആ പണം ഈ രൂപത്തിൽ അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇരു ലോകത്തുമുള്ള ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കും എന്ന് മനസ്സിലാക്കണം. ഇതുകൂടാതെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട ഓരോന്നോരോന്ന് പ്രത്യേകമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ കാണുവാൻ സാധിക്കും. അത് ഹറമിൻ്റെ ശ്രേഷ്ഠതയാകട്ടെ, മക്കയും മദീനയുമുള്ള ഹറമുകളിലെ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാകട്ടെ, തൽബിയത്ത് ചെല്ലുമ്പോൾ അതിനുള്ള മഹത്വമാകട്ടെ, തവാഫുൽ വിദാഇൻ്റെയും പ്രതിഫലങ്ങളാകട്ടെ, ഹജറുൽ അസ്വദിൻ്റെ മഹത്വങ്ങളും ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നതിൻ്റെ ചുംബിക്കുന്നതിൻ്റെ പ്രതിഫലവും സഈൻ്റെ ശ്രേഷ്ഠതയും അറഫയിൽ നിൽക്കുമ്പോഴുള്ള അതിൻ്റെ അള്ളാഹു അറിയിച്ചു തന്ന മഹത്വങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്ന് ഭാഗമായി എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും പ്രത്യേകമായ ശ്രേഷ്ഠതകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ ആ ഓരോ കർമ്മങ്ങളും പറയുമ്പോൾ പറയാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയത്, ഒരാൾ ഹലാലായ സമ്പാദ്യത്തോടുകൂടി നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജ് ഉംറ കർമ്മം ഉദ്ദേശിച്ച് ഒരുങ്ങിപ്പുറപ്പെട്ട് മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവൻ തിരിച്ചു വരുന്നതോടുകൂടി പുതിയ ഒരു മനുഷ്യനായി, പുതിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി, പദവികൾ ഉയർത്തപ്പെട്ടവനായി, പ്രതിഫലങ്ങൾ ലഭിച്ചവനായി, ദാരിദ്ര്യം നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഒക്കെ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ മടങ്ങി വരുമെന്നാണ്. അതുകൊണ്ടാണ് ഒരു ഹാജി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ യാത്രാസംഘം, നിവേദന സംഘങ്ങളിൽപ്പെട്ട ആളുകളായിത്തീരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്, അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ മഹത്തുക്കളെ നോക്കി അഭിമാനം പറഞ്ഞ് മലക്കുകളോട് പുകഴ്ത്തി പറയുന്നത്. ആ ഒരു ശ്രേഷ്ഠത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഹജ്ജ് എന്ന് പറയുമ്പോൾ കേവലം എന്തൊക്കെയോ ചില കർമ്മങ്ങൾ, നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും 5 തവണ ദിനേന ചെയ്യേണ്ടതാണ്. അത് ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു വരുന്ന ആളുകൾക്ക് പ്രയാസമില്ല. എന്നാൽ അതുപോലുള്ളൊരു കർമ്മമല്ല ഹജ്ജ്. പ്രത്യേകമായ വസ്ത്രം മാറ്റേണ്ടി വരുന്നു, അതുവരെ അനുവദിക്കപ്പെട്ട പലതും നിഷിദ്ധമായി തീരുന്നു. ആ നിഷിദ്ധ കാര്യങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫിദിയ, പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരുന്നു. ചില സ്ഥലങ്ങളിൽ ചുറ്റേണ്ടി വരുന്നു,
ചില സ്ഥലങ്ങൾ ഓടേണ്ടി വരുന്നു, ഹജർ അസ്വദിനെ ചുംബിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു, മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു, അറഫയിൽ ഉച്ച മുതൽ ദുൽഹജ്ജ് 9 മഗ്‌രിബ് നമസ്കാരം വരെ സൂര്യൻ അസ്തമിക്കുന്നവരെ നിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഓട്ടവും നടത്തവും കല്ലേറും വട്ടം ചുറ്റലും നീളത്തിലുള്ള പോക്കും വരവും ഒക്കെയായുള്ള ഈ ഒരു ഹജ്ജ് കർമ്മത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യമെന്താണ്? കുറേ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഹജ്ജിൻ്റെ ലക്ഷ്യമെന്ത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ധാരാളം ലക്ഷ്യങ്ങളാണ് ഹജ്ജിനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിപ്പിക്കലാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിപ്പിക്കലാണ് ഹാജിയാരെ കൊണ്ട്. നമസ്കാരത്തിൽ നെഞ്ഞത്ത് കൈവച്ച് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ തൗഹീദിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം വിളംബരം ചെയ്യുന്നുണ്ട്. ഇതാ റബ്ബേ, ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് നേരെയാണ്. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരമാകട്ടെ, ബലികർമ്മം പോലുള്ള ആരാധനാകർമ്മങ്ങളാകട്ടെ, എൻ്റെ ജീവിതവും മരണവും റബ്ബേ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ അനന്തവിശാലമായ സാമ്രാജ്യങ്ങൾ, ആകാശങ്ങൾ, പ്രപഞ്ചം, അതിൻ്റെ റബ്ബായ നിനക്കാകുന്നു ഇവയെല്ലാം. ലാ ശരീക ലഹ്, അവന് യാതൊരുവിധ പങ്കാളിയുമില്ല, ഒരു പങ്കാളിയുമില്ല, അവൻ മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന് നമസ്കാരത്തിൽ തൗഹീദിൻ്റെ കലിമകൾ ഉച്ചരിക്കുന്നത് പോലെ ജീവിതത്തിൽ ചില നിബന്ധനകൾ ഒത്തിണങ്ങിയാൽ നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജ് ഉംറ കർമ്മങ്ങളിലെ തൽബിയത്തിലും ഹജ്ജ് കർമ്മങ്ങളിലെ പാഠങ്ങളിലുമൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഹീദാണ്. ഷിർക്കിനെ മുച്ചൂടും നിശേഷം അടിമുടി ഇല്ലാതെയാക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൽബിയത്തിലും ഇതേ വാക്യമാണ് പറയുന്നത്. വജ്ജഹ്തു എന്ന് പറഞ്ഞതുപോലെ അതേ ഒരു പ്രഖ്യാപനം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നിന്റെ വിളിക്കിതാ വീണ്ടും വീണ്ടും ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, റബ്ബേ തീർച്ചയായും എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്നിൽ നിന്നാകുന്നു, എല്ലാ ആധിപത്യവും നിൻ്റേതാവുന്നു. വീണ്ടും പറയും ലാ ശരീക ലക്, നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ല എന്നാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരവും ബലികർമ്മവും റബ്ബിൽ ആലമീനായ റബ്ബിനാണ് എന്ന് പറഞ്ഞ പോലെ റബ്ബേ ഇതാ ഞാൻ ഈ തൽബിയത്തിലൂടെ നിന്റെ വഹദാനിയത്ത് അംഗീകരിക്കലാണ്, നിനക്ക് യാതൊരുവിധ പങ്കാളിയുമില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയാണ് വിശ്വാസി അവിടെ ചെയ്യുന്നത്. ഹജ്ജിലുള്ള അറിവ് ഫസ്വല്ലി റബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടിയാണ്. ഹദിയാകട്ടെ ഫിദിയാകട്ടെ ആ ദിവസങ്ങൾ ചെയ്യുന്ന ഉൽഹിയത്തിൻ്റെ അറിവാകട്ടെ ഒക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് വേണ്ടിയാവുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഹജ്ജിൻ്റെ പാഠം ഇത് പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടാണ് പല ഹാജിമാരും ഹജ്ജിന് പുറപ്പെടുന്നത് തന്നെ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അറിവ് റബ്ബിനു വേണ്ടി മാത്രം, അഭൗതികമായ സഹായതേട്ടം റബ്ബിനോട് മാത്രം, ഇതൊക്കെ പഠിക്കേണ്ട ഹജ്ജ് കർമ്മത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പലരും മഹാന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പല മഖബറകളിലേക്കും പോയി ആ ഖബറാളിയോട് പ്രാർത്ഥിച്ച് ആ ഖബറാളിയോട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി ദുആർന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ആപത്തുകളെ തൊട്ട് തടയണേ എന്ന് അവരോട് ദുആ ചെയ്ത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എന്നത് വളരെ ഖേദകരമായൊരവസ്ഥയാണ്. മദീനയിലെത്തിക്കഴിഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആർക്കുന്ന
ബക്കീഇലും ഉഹദിലും പോയി മരിച്ച് മറമാടപ്പെട്ട മഹാന്മാരോട് ദുആ ഇരക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥ പല ഹാജിമാരിലും കാണുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം എന്ന് അവർ മറന്നുപോയിരിക്കുന്നു എന്നാണ്. അറഫയിൽ വെച്ച് ഹാജിയാരെ കൊണ്ട് നിരന്തരമായി ചൊല്ലിപ്പിക്കുന്നത് തൗഹീദിൻ്റെ വചനങ്ങളാണ്. അഫ്ളലു ദുആഇ ദുആ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ്. ഒരു ഹാജിയാർക്ക് അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അയാളുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു. അവിടെ വെച്ച് ഹാജിമാർ കൂടുതലായി പ്രഖ്യാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉരുവിടുന്നതുമായ ദിക്ർ തൗഹീദിൻ്റെ ദിക്റ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. ഹാജിയാരെ കൊണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് പരിശുദ്ധ സ്ഥലങ്ങളിൽ വന്ന് അവിടുത്തെ പാഠങ്ങൾ മനസ്സിലാക്കേണ്ട ഹാജിയാരെ കൊണ്ട് അറഫ ദിവസം കൂടുതലായി ചൊല്ലിപ്പിക്കുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല, സർവ്വവിധ ആരാധനകൾ റബ്ബിന് മാത്രം ഞാൻ സമർപ്പിക്കുന്നു. വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവന് യാതൊരുവിധ പങ്കാളിയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അവനാവുന്നു എല്ലാ ആധിപത്യങ്ങളും. മാലിക്കുൽ മുലുക്, രാജാതിരാജൻ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് റബ്ബ് മാത്രം. അതൊരു വരീയനോ ഒരു നബിക്കോ ഒരു മലക്കിനോ അതിൽ യാതൊരുവിധ അധികാര അവകാശങ്ങളുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും റബ്ബേ നിനക്കാണ്, നിന്നിൽ നിന്നാണ് എന്ന് തൗഹീദിലൂടെ പ്രഖ്യാപിച്ചതുപോലെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബ് എല്ലാത്തിനും കഴിയുന്നവനാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിറുൽ ആലം, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ. ഈ റബ്ബല്ലാത്ത മറ്റു ഒരു ഇലാഹുകളുമില്ല. ഒരു ആരാധ്യമൂർത്തിക്കും ഒരു വരീയനും ഒരു ഷെയ്ഖിനും അതിന് സാധ്യമേ അല്ല എന്നാണ് ഹാജിയാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ അംഗീകരിപ്പിക്കുന്നതും പ്രഖ്യാപിക്കുവാൻ ആജ്ഞാപിക്കുന്നതും. അതും കഴിഞ്ഞ് മദീനയിലേക്ക് വരുമ്പോഴാകട്ടെ അവിടെയൊക്കെ തന്നെയും തൗഹീദാണ്. എത്രയോ ഖബറുകൾ, മഹാന്മാരായ സ്വഹാബിമാരുടെ ഖബറുകൾ, ആ ഖബറുകൾ അവയുടെ ഉടമകൾ മഹത്തുക്കളാണ്, അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. പക്ഷേ ആ ബക്കീഇലും ഉഹദിലുമൊക്കെയുള്ള സ്വഹാബിമാരുടെ ഖബറുകൾ സ്വയം ഉയർന്നു പൊങ്ങിയിട്ടില്ല. മഹാന്മാരുടെ ഖബറുകൾ സ്വയം ഉയർന്നു വന്നതാണ് എന്ന് പലരും ജൽപ്പിക്കുന്നു. അവിടെ പോയി സിയാറത്ത് നടത്തുന്ന ആളുകൾ കാണുവാൻ സാധിക്കും. അതൊന്നും സ്വയം ഉയർന്നു വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ പല ഖബറുകളിലും ഉള്ളതുപോലെ വാർഷികാഘോഷങ്ങളും ഉറൂസുകളും അവിടെ നടക്കുന്നില്ല. അവിടെ പണപ്പിരിവില്ല, പണപ്പെട്ടിയില്ല. അങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകളൊന്നുമില്ലാതെ തൗഹീദിനെ കാത്തു സൂക്ഷിച്ച ആ നാട്ടിൽ പോയി ഹജ്ജ് ഉംറ ചെയ്യുമ്പോൾ, ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ പലതും ഉരുവിടുമ്പോൾ ഹാജിയാരെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും തൗഹീദാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഹജ്ജിൻ്റെ മുഖ്യമായ ലക്ഷ്യം തന്നെയും നമസ്കാരത്തിൻ്റെ ലക്ഷ്യം പോലെ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കലാവുന്നു. അതായിരിക്കണം ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ഹാജിയാരിൽ ഉണ്ടാകേണ്ടത്. ഒരിക്കലും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു ഹാജിയാർ റബ്ബല്ലാത്ത ആളുകളോട് ദുആർക്കുന്ന, അവർക്ക് മുമ്പിൽ കാണിക്ക സമർപ്പിക്കുന്ന, അവർക്ക് നേർച്ചയാക്കുന്ന, അവർക്ക് വേണ്ടി ബലിയെറുക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകരുത് എന്നത് അടിക്കടി ഉണർത്തുകയാണ്. ഷിർക്കിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സദാസമയവും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
പുണ്യകരമായ ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.